നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. ദോശമാവ് വെച്ചിട്ടാണ് കേട്ടോ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. തേനിലാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വീറ്റ്, അതായത് നമ്മുടെ തേനിലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. അപ്പോൾ അളവ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അരച്ചും കൂടി കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഇഡ്ഡലി റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്തിട്ട് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഉഴുന്നായാലും അതേപോലെ തന്നെ അരി എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള അരി എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉഴുന്ന് ഒരുപാട് കൂടിപ്പോണ്ട. ഉഴുന്നിൻ്റെ ചുക മുന്തി നിന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ തേനിലാവിന്. ഇനി നമ്മൾ ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ വെള്ളം കുറച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടിൽ ഉഴുന്നിന്നും അരിയിന്നും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കാം. ദോശയൊക്കെ അരയ്ക്കുന്ന പരുവം അറിയാമല്ലോ, ആ ഒരു പരുവത്തിൽ നല്ല പോലെ ഇത് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് എല്ലാവരും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ മെൽറ്റ് ആക്കി എടുക്കുക. നമുക്ക് നല്ലൊരു, ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, നല്ലൊരു തിക്നെസ്സിലാണ്, 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ ഞാനൊരു 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യും. അതായത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പോലെ കൈമ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം. അതായത് കാരണം 1 സ്ട്രിങ് കൺസിസ്റ്റൻസിൽ ആയിട്ട് ഓഫ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ചിലപ്പോൾ സ്ട്രിങ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല പോലെ ഞാൻ പറഞ്ഞ പോലെ കൈമ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഒരു നൂൽ പരുവത്തിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഓഫ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് നൂൽപ്പരുവം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ കയ്യിൽ നല്ല പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നൂൽപ്പരുവം മാറിപ്പോയാൽ നമ്മുടെ തേനിലാവ് ഒരുപാട് ഹാർഡായി പോവും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. നോക്കിയാൽ തന്നെ കാണാം കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് കറക്റ്റ് നൂൽപ്പരുവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്രിസ്റ്റലൈസേഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്റ്റലൈസേഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പീസാണ് കേട്ടോ ഞാൻ നാരങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-3 തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടായാൽ തേനിലാവിന് പുളിപ്പ് രസം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 2-3 തുള്ളി മാത്രം മതിയാകും. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരി മുഴുന്നുണ്ടല്ലോ, അതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് വീർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം. ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ ഞാനിപ്പോൾ 2 നുള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറിലാണ് നമുക്ക് തേനിലാവൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആ കളറിൽ നല്ല ഭംഗിയിൽ തേനിലാവ് കിട്ടുള്ളൂ. അപ്പോൾ കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ വൈറ്റ് കളറിൽ ഇരിക്കുന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, കളറും കൂടി ചേർത്താലാണ് ആ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കിയിട്ട് മാവ് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം, നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒന്ന് മാവ് എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ നല്ലപോലെ ഷേപ്പാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ മാവ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി വെച്ചിട്ട് കുറേശ്ശെ കോരി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും എടുത്താലും മതിയാകും. ഇപ്പോൾ ദേ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ അത് വീർത്ത് മുകളിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ലപോലെ ഒരു ക്രിസ്പി ആവുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ഒരുപാടെണ്ണം ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ കുറച്ച് ഓരോ ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിൽ ചൂട് മീഡിയം ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇടുമ്പോൾ ഷുഗർ സിറപ്പിന് നേരിയ ചൂട് വേണം കേട്ടോ. അപ്പോൾ ചൂട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേനിലാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി സോക്കായിട്ട് വരട്ടെ. ഇപ്പം നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം ഇപ്പോൾ ഷുഗർ സിറപ്പ് വന്നത് കണ്ടില്ലേ, നല്ല പോലെ നമ്മളിങ്ങനെ പിഴിയുമ്പോൾ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നല്ല പോലെ സോക്ക് ആയാലാണ് ഇങ്ങനെ വരുള്ളൂ, ഇങ്ങനെ പിഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടി നമുക്ക് ഇതാവാനുണ്ട്, കാരണം ലാസ്റ്റ് നമ്മളിട്ടത് ഒന്നും കൂടി സോക്കാവാനുണ്ട്. അപ്പോൾ അതും കൂടി നല്ലപോലെ സോക്കായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷുഗർ സിറപ്പിൽ നിന്ന് എല്ലാവരും കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ തേനിലാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം പിഴിഞ്ഞ് കാണിച്ചത്. ഇപ്പോൾ ഇങ്ങനെ പിഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഷുഗർ സിറപ്പ് തന്നെ ഉണ്ടല്ലേ, ഉള്ളിൽ ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ തന്നെ ഉള്ളിൽ നല്ല പോലെ ഷുഗർ സിറപ്പ് കയറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിരിക്കുന്നത്. അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല മധുരത്തിൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണ്ടവരാണെങ്കിൽ നമ്മൾ സിറപ്പ് ഉണ്ടാക്കില്ല, അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതിയാകും. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലെ ഷുഗർ എടുത്തിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും അല്ലാതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഷുഗറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തേനൂറും നമ്മുടെ തേനിലാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ ബാറ്റർ വെച്ചിട്ടാണ് ഈ തേനിലാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.